ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓണപരിപാടിയുണ്ട്. അങ്ങനെ ഒരുങ്ങാൻ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. ഇതൊരു ഓണ ലുക്കൊന്നുമല്ല, ഒരു സിമ്പിൾ സാരി ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മൾ മേക്കപ്പിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. ഇവിടെ ഞാൻ സ്കിൻ കെയറിന് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ടോണറാണ്. ടോണർ ഇട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുമ്പോൾ മുഖം ഭയങ്കര ഹൈഡ്രേറ്റ് ആവും, നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സാധനമെന്ന് വെച്ചാൽ ടോണറാണ്. രണ്ടാമത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് മോയ്സ്ചറൈസറാണ്. ഇത് ഡോക്ടർ ഷത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസറിൽ ഒന്നാണ്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്ത ടോണർ എന്ന് വെച്ചാൽ റോസ് വാട്ടറിൻ്റെയാണ്. റോസ് വാട്ടർ വിത്ത് ഹൈലറോണിക് ആസിഡാണ്, പ്ലമ്മിൻ്റെയാണ്. അതും അടിപൊളി സാധനമാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടാം എങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ചിട്ട്. അപ്പം അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്കിൻ കെയറിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ടോണർ യൂസ് ചെയ്ത് മോയ്സ്ചറൈസറും യൂസ് ചെയ്ത് അടുത്തൊരു ലിപ് ബാമാണ്. ലിപ് ബാമിന് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനും തൊട്ട് മുമ്പാണ് ഇട്ടേക്കുന്നത്. കാരണം ഒരുങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ലിപ് ബാം ഇടും. കാരണം ചുണ്ട് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണമെന്ന് എനിക്ക് തോന്നും. എന്നാലും ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നമുക്കൊരു എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവാതിരിക്കുള്ളൂ. ഇത് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും SPF ഉള്ള യൂസ് ചെയ്യാൻ നോക്കുക. ഞാൻ ലിപ് ബാം ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഇടുന്നത് SPF ആണ്. ഇത് SPF 15 ഉണ്ട്, ഗുഡ് വൈബ്സിൻ്റെയാണ്. നല്ലൊരു ലിപ് ബാമാണ്. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സൺസ്ക്രീനാണ്. നമ്മൾ ഡോക്ടർ ഷത്തിൻ്റെ തന്നെയാണ് ഞാൻ സാധനം എടുക്കുന്നത്. കാരണം ഞാൻ മോയ്സ്ചറൈസറും ഇതും കൂടെ ഒത്ത് വാങ്ങിയ സാധനമാണ്. കാരണം ബൈ വൺ ഗെറ്റ് വൺ വരും നമുക്ക്. പർപ്പിളിലായാലും ഇതിൻ്റെയൊക്കെ സൈറ്റിലായാലും ബൈ വൺ ഗെറ്റ് വൺ വരും. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ ഒരു വിലയ്ക്ക് കിട്ടും. അത് നല്ലൊരു ഓഫറാണ്. അപ്പോൾ മിക്ക സൈറ്റുകളിലും ഇപ്പം കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങുന്നതായിരിക്കും ലാഭം. ഇത് ഡോക്ടർ ഷത്തിൻ്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് സൺസ്ക്രീനാണ്. ഇത് അടിപൊളി ഒരു സൺസ്ക്രീനാണ്. പെട്ടെന്ന് നമുക്ക് സ്കിന്നിലോട്ട് അബ്സോർവ് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വല്ലൊക്കെ മേക്കപ്പൊക്കെ യൂസ് അതിൻ്റെ അടിയിലായിട്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഓയിലിയോ ഗ്രീസി ആയിട്ടിരിക്കും, അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല. നല്ല ഫ്രഷ് ഫീലായിട്ട് സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പം നല്ലൊരു സൺസ്ക്രീൻ വേണമെന്ന് പറഞ്ഞ് നോക്കിയെടുക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി നോക്കുക. ഡോക്ടർ ഷത്തിൻ്റെ വേറൊന്നും ഉണ്ട്, വിറ്റാമിൻ സി ആൻഡ് സെറാമേഡ്. അതിനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നല്ല സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വലിയ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഒരുങ്ങാൻ അത്ര ഇഷ്ടമല്ല. പിന്നെ എനിക്ക് അധികം ഒരുങ്ങാനും അറിഞ്ഞുകൂടാ. മറ്റേ ഫൗണ്ടേഷനും നമ്മൾ കോമ്പാക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഒരുങ്ങാൻ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ലുക്കായിട്ട് തോന്നും. ഞാനത് കുറച്ചായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും സ്കിന്നിൽ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് സംഭവം അത്ര വർക്കാവുന്ന സാധനമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇടുന്ന സ്റ്റോപ്പ് ക്രീമാണ്. ഇത് NYBയുടെ സ്റ്റോപ്പ് ക്രീമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. കാരണം വെച്ചാൽ നമ്മളെ സ്കിന്നിന് നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടും. ഇത് പിങ്ക് ഗ്ലോറയാണ്. വേറെ ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പിങ്ക് ഗ്ലോറയും പിന്നെ ബാക്കി എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. വേറെ ഒന്നും കൂടെ ഉണ്ട്, എനിക്കത് ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയത്തില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനം ഇത് പൊള്ളി സാധനമാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. കാരണം നമ്മളിത് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സ്കിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, നല്ലൊരു ഗ്ലോ ഫീലുണ്ട് മുഖം കാണാൻ. നമ്മൾ നെറ്റിയുടെ ഭാഗത്തായാലും ചീക്കിൻ്റെ സൈഡിലായാലും മൂക്കിൻ്റെ അറ്റത്ത് ഈ താടിയുടെ സൈഡിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കും. നമുക്ക് ലൈറ്റ് അടിക്കുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് എനിക്കിത് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതും സൺസ്ക്രീനും കൂടെ മിക്സ് ചെയ്തിടണം, ഭയങ്കര ഗ്ലോയിങ് സ്കിന്നായിട്ട് നമുക്കിരിക്കും. ചെയ്ത് നോക്കുക, ആഗ്രഹമുള്ളതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ചെയ്ത് നോക്കിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിരുന്നത്. അടുത്ത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്ലഷാണ്. ഞാൻ ബ്ലഷ് സ്ഥിരം യൂസ് ചെയ്യുന്ന ആളല്ല. സ്ഥിരം യൂസ് ചെയ്യാത്ത ഞാൻ ഒരിക്കലും ഇറങ്ങുമ്പോൾ മറന്നോ, ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂസ് ചെയ്യാനായിട്ട്. ഇത് പർപ്പിളിൻ്റെ ഒരു ബ്ലഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ബ്ലെൻഡ് ആവും. ബ്ലഷ് ഇടുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് കണ്ണാടി നോക്കിയിട്ടാൽ തന്നെ ഒരുങ്ങാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഈ ക്യാമറയിലായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഏത് സൈഡിലാണ് കൂടുതൽ കുറവെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ എനിക്ക് അവിടെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും ഇട്ട് കൊടുത്ത് ഇപ്പം ക്യാമറയിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് രണ്ട് സൈഡ് ഓരോപോലെ തന്നെ. അങ്ങനെ ഞാൻ കുറച്ച് മൂക്കിൻ്റെ സൈഡിലും കുറച്ച് താടിയുടെ എവിടെയും കൂടെ ഇട്ടെടുക്കും. ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ, നമ്മളെന്തായാലും ഒരു അടുത്തോട്ട് പോവുകയല്ലേ. അപ്പം ഒരു കുറ്റവും കാണരുതെന്നും പറഞ്ഞെങ്കിൽ ആരെയും ബ്ലഷ് ഇട്ടാൽ നല്ല ഭംഗിയാണ്. നമ്മളെ സ്കിന്നിന് ബ്ലഷ് ഇടുന്നതോറും നമ്മളെ ഭംഗി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ബ്ലഷ് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എനിക്കിഷ്ടമാണ് ഭയങ്കര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്ലഷ് തന്നെ കണ്ണിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് എല്ലാം കൂടെ ഒത്താണ് മുമ്പ് ഇടുന്നത്, പക്ഷേ ഞാനിത് മറന്നുപോയി കണ്ണിൻ്റെ മുകളിൽ ഇടണമെന്നുള്ളത്.
പിന്നെ ഞാൻ വീണ്ടും എടുത്ത് ബ്ലഷ് ഇടുകയാണ്. ഞാൻ ബ്ലഷും ലിപ്സ്റ്റിക്കും കൂടെ ചെറുതായിട്ട് മിക്സ് ചെയ്താണ് ഐ ഷാഡ് ആക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ മറ്റേ ഐ ഷാഡിൻ്റെ പാലറ്റ് ഇല്ല, ഉണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് ഞാനത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ സാധനം ഞാൻ വലിയ രീതിയിൽ ഉപയോഗിക്കാറില്ല. ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇടണമല്ലോ എന്ന് ആലോചിക്കുന്നത്. അല്ലാതെ ഞാൻ സംഭവം ഇത് മറന്നു. ഞാൻ ഇപ്പോൾ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ വാങ്ങി വെച്ച ഒരെണ്ണം കുറച്ച് യൂസ് ചെയ്തിട്ട് തന്നെ പാഴിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇതുകൊണ്ടങ്ങ് മിക്സ് ചെയ്തിട്ടാൽ മതി, ഒരുവിധം നമുക്ക് സെറ്റാക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാനായിട്ട് ഇത് എനിക്ക് ഒരു ഷുഗറിൻ്റെ ഒരു ഫേസിൻ്റെ പാലറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു 3 കളറുണ്ട്. ഇത് നമുക്ക് ബ്ലഷ്, ഹൈലൈറ്റർ, കോണ്ടോർ അങ്ങനത്തെ സംഭവമാണ്. അതിൽ ഹൈലൈറ്ററിൻ്റെ സംഭവം എടുത്താണ് ഞാൻ കണ്ണിലിടുന്നത്. അപ്പോൾ നമുക്കൊരു ഗ്ലിറ്ററി ഫീലിംഗ് കിട്ടും. അപ്പോൾ എന്തായാലും കണ്ണിൻ്റെ മേക്കപ്പ് ഓക്കെ. ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ കരിയും കൂടെ വരയ്ക്കുമ്പം ഐലൈനറും കാജലും കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിത്തിരി ഒന്ന് എടുത്തറിയിക്കും. പിന്നെ നമ്മൾ മസ്കാര ഇടുമല്ലോ, അത്ര മതി. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ കണ്ണ് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഈ കണ്ണിൻ്റെ മേക്കപ്പ് എഴുതിയിട്ട് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ പൗഡറാണ്, നമ്മൾ നോർമൽ ടാൽക്കം പൗഡറില്ലേ ആ സാധനം തന്നെ ഇടുന്നത്. കാരണം ഞാൻ ഫൗണ്ടേഷനോ മറ്റേ കോമ്പാക്ട് പൗഡറോ ഒന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഹെവി ലുക്ക് ഫീൽ ചെയ്യും. ഈ പൗഡർ ഇട്ടിട്ട് തന്നെ ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇല്ല പുട്ടി അടിച്ചാനൊക്കെ എനിക്ക് തോന്നും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്ര വരെയും തീരുമ്പോൾ തന്നെ ഹെവി മേക്കപ്പ് എന്നൊരു ഫീൽ എനിക്ക് വരും. അത് നല്ല സമാധാനമാണ്. കാരണം നമുക്കൊരു സംതൃപ്തി വരും, നമ്മൾ ഒരുങ്ങിയ സാധനം ഓക്കെ ആയല്ലോ എന്ന്. അപ്പം എൻ്റെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞ് ഇനി ഇതിലുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ മേക്കപ്പാണ്. കണ്ണിൻ്റെ മേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഐഷാഡോ ഇട്ട് അത് അവിടെ എല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ തട്ടിക്കൂട് മേക്കപ്പ് അവിടുത്തെ കഴിഞ്ഞ് ഇനി മെയിൻ സാധനം നമ്മൾ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഐലൈനറും കാജലുമാണ്. ഐലൈനറും കാജലും വരുമ്പോൾ ഒരുവിധം ലുക്കൊന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐലൈനറും കാജലുമാണ്. പക്ഷേ ഇതെൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ നോക്കി എനിക്ക് വരയ്ക്കാൻ പറ്റേയില്ല. കാജൽ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് ഐലൈനർ വരയ്ക്കത്തില്ല. കാരണം എനിക്ക് ഐലൈനർ വരയ്ക്കണമെങ്കിൽ കണ്ണാടിയുടെ അകത്ത് കയറിയിരുന്ന് വരച്ചാലേ ഒരു സംതൃപ്തിയാവുന്ന ഒരു ടൈപ്പാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കണ്ണാടി നോക്കി വരച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കാജൽ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഈ 2 ഉപയോഗിക്കുന്ന സാധനവും മമാരത്തിൻ്റെയാണ്. എനിക്ക് മമാരത്തിൻ്റെ കാജൽ ഐലൈനർ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 2 വർഷം കൊണ്ട് ഈ സാധനമാണ് ഉപയോഗിക്കുന്നത്, കാജലായാലും ഐലൈനർ ആയാലും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ കാജലൊന്ന് ഉപയോഗിച്ച് നോക്കി. എൻ്റെ പൊന്നും ആരും ഉപയോഗിക്കരുത്, 10 പൈസയ്ക്ക് കൊള്ളാത്ത സാധനമാണ്. വെറുതെ അത് വാങ്ങി ആരും പൈസ കളയേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അതിനേയും കാട്ടി നമ്മൾ ലാക്മേരയ്ക്ക് കാജൽ അടിപൊളി സാധനമാണ്. 99 രൂപയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു കടയിൽ കിട്ടുമെന്ന്. അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മസ്കാരയാണ്. മസ്കാരയും കൂടെ വരുമ്പോഴേ കണ്ണിൻ്റെ ലുക്ക് പൂർണ്ണമാകുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. എനിക്കതും കൂടെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മൾ കണ്ണ് അട്രാക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മാൾസിൻ്റെ മസ്കാരയാണ്. ഇത് നല്ലൊരു മസ്കാരയാണ്. നമുക്ക് ഇത്തിരി ഓളിയം ചെയ്യുന്നതായിട്ട് തോന്നും കണ്ണിൻ്റെ പീലിയൊക്കെ. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മുടി കെട്ടലാണ്. ഈ മുടി കെട്ടുന്ന പരിപാടിയും എനിക്ക് ഈ ക്യാമറ നോക്കി ചെയ്യാൻ പറ്റൂല. എനിക്കതെന്തെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ ഒരിടത്തോട്ട് പോകാനായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഞാൻ ഈ ക്യാമറ നോക്കി കെട്ടി കൊളാക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോയി കെട്ടിയിട്ട് വന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല. നല്ല രീതിയിൽ സമയം താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തലയിട്ടിട്ട് വന്നിട്ടൊരു കമ്മലിട്ട്. ഇപ്പം ഞാൻ സാരി ഉടുക്കുമ്പോൾ ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരുവിധം മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം പോയാണ് സാരി ഉടുക്കണം. എന്നിട്ട് തലയിട്ടപ്പോൾ നമുക്ക് തലയിട്ടാൻ കുറച്ച് ടൈം കിട്ടും. എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞു തന്നേക്കണം അങ്ങനെയാണ്, മേക്കപ്പ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ സാരി ഉടുത്ത് തരുള്ളൂ. ഞാനല്ല സാരി ഉടുക്കുന്നത്, എനിക്കെൻ്റെ ഉമ്മയാണ് സാരി ഉടുത്ത് തരണം. അപ്പം അത്രയും ചെയ്തിട്ട് പോയാൽ നമുക്ക് എളുപ്പമാണ്. സാരി ഉടുത്തിട്ട് തല കിടിലായിട്ട് കെട്ടാൻ പറ്റും. ഇതെൻ്റെ ഹെയർ സ്റ്റൈൽ കുളമായി. ഞാൻ കണ്ട രീതിയിൽ അങ്ങ് വാരി കെട്ടിയിട്ട് വന്നിരുന്നത്. എന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് ലാസ്റ്റ് ഇടുള്ളൂ. കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക് ഫസ്റ്റിലിട്ടാൽ നമ്മൾ അത്രയും ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ഭംഗി പോകും. കാരണം എന്ന് വെച്ചാൽ ഭംഗി പോകുന്നല്ല, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടും മുഖത്ത്. അപ്പോൾ ആദ്യമേ അതിൽ കാണുന്നതിനെക്കാട്ടി നല്ലത് ലാസ്റ്റ് ഇടുമ്പോൾ നമുക്ക് കിടിലായി എന്നൊരു തോന്നൽ നമുക്ക് വരും. അതിനുവേണ്ടി ഞാൻ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുള്ളൂ. ഇത് നമ്മൾ മമാരത്തിൻ്റെ തന്നെ പ്ലം പഞ്ചോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ നല്ല ലൈറ്റായിട്ടാണ് ഇടുന്നത്. പൊതുവെ ലിപ്സ്റ്റിക്കിൻ്റെ കട്ടീനേയും കാട്ടി നല്ല കുറച്ചാണ് ഇടുന്നത്. കാരണം ഇത്രയായിട്ടപ്പം തന്നെ ഭയങ്കര പുട്ടിയടിച്ച ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ ലുക്ക് ഇഷ്ടപ്പെട്ട ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.